അവൻ്റെ ഓരോ വാക്കുകളും ഓരോ നേർക്കാഴ്ചകളായിരുന്നു. മകൻ പിച്ചവെച്ച നാളിൽ അമ്മ മകന്റെ മലവും മൂത്രവും കോരി, മുഖത്തൊരു ചുളിവുമില്ലാതെ. അമ്മ തന്റെ പിച്ചേറ്റ നാളിൽ എന്തുകൊണ്ട് മകൻ വൃദ്ധസദനങ്ങളെ ആശ്രയിക്കുന്നു? മകൾ അച്ഛനെ ഫേസ്റ്റ് ലവ് എന്നും ഫേസ്റ്റ് ഹീറോ എന്നും പറയുന്നു, വിശേഷിപ്പിക്കുന്നു. ജരാനര എന്ന സത്യം ആ ഹീറോ ഏറ്റുവാങ്ങുമ്പോൾ എന്തേ ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ പോലും അവൾ അടുത്തില്ല. അവൻ്റെ ഓരോ വാക്കുകളും ഓരോ തിരിച്ചറിവുകളായിരുന്നു. എനിക്കൊന്നേ ചോദിക്കാനുള്ളൂ, മദ്യവും ലഹരിയും ജീവിതത്തിൽ നിന്ന് ഒരു ഒളിച്ചോട്ടമല്ലേ? എല്ലാത്തിനും കൈയടിച്ചുകൊണ്ട് അവനറിയാതെ ഞാനും ഒപ്പമുണ്ടായിരുന്നു. കാലം മാറി, ആളുകളും. ഒത്തിരി വർഷങ്ങളായി അവനെ കണ്ടിട്ട്. നഷ്ടപ്രേമം പറയാനുള്ള സമയമാണോ എന്നറിയില്ല, പക്ഷേ ഇപ്പോഴുള്ള അവനെ അറിയണം, പറയണം. Imagine there's no heaven. See if you try. No hell below us. Above. ഞാൻ നന്ദിത, കേരള ഡെയിലി ന്യൂസ് പേപ്പറിൽ നിന്ന് വരുന്നതാണ്. പഴയകാല കോളേജ് ലൈൻസിനെ പറ്റി ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യാനാ. ഓ, നിങ്ങളുടെ എഡിറ്റർ വിളിച്ചിരുന്നു. ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്യൂ, ഇതാ വരുന്നു. നന്ദിത എവിടെയോ കണ്ടു മറന്നൊരു മുഖം പോലെ, ബട്ട് ഓർമ്മ അങ്ങോട്ട് കിട്ടുന്നില്ല. കുടിച്ചു കുടിച്ച് വന്ന് ഓർമ്മ പോലും ഇല്ലാതായി. ആ, ആരെങ്കിലും ആയിക്കോട്ടെ. സോറി, ഡ്രിങ്കിങ് എനിക്കൊരു ഹാബിറ്റായി പോയി. ഹോപ്പ് ഇറ്റ് വോണ്ട് ബോദർ യു. നിങ്ങൾ പണ്ട് പറഞ്ഞിരുന്നത് മദ്യവും ലഹരിയും ജീവിതത്തിൽ നിന്നൊരു ഒളിച്ചോട്ടമെന്നല്ലേ? എന്നാൽ ഇപ്പോ നിങ്ങൾ എന്തിനാണ് പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നത്? ബോഡി പെയിൻ മാറാൻ. അല്ല, നിങ്ങൾക്ക് തെറ്റി. പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നത് കൊണ്ട് കുറച്ച് നേരത്തേക്ക് നിങ്ങൾ പെയിൻ മറക്കുന്നതേ ഉള്ളൂ, അല്ലാതെ പെയിൻ മാറുന്നൊന്നുമില്ല. അതുപോലെ തന്നെയാണ് ലൈഫ്. വേദന മറക്കാനേ കഴിയുള്ളൂ. അതിനുള്ള എൻ്റെ പെയിൻ കില്ലേഴ്സാണ് ഇതെല്ലാം. ഒരു ജേർണലിസ്റ്റ് മുന്നിലിരുന്ന് ഇത്ര ധൈര്യത്തോടെ വെള്ളം അടിക്കുന്ന ഒരു സെലബിനെ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. എനിവേ, ഗുഡ് ജോബ്. താങ്ക്സ്. ജീവിതത്തിൽ ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവന് ആരോടും എന്തും പറയാം, എന്തും ചെയ്യാം. അതിന് മാത്രം എന്ത് നഷ്ടമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്? ഒരു കല്യാണം കഴിച്ചു, ഒത്തുപോകാനായില്ല. അവളുടെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി ഞാൻ അവളെ ഒഴിവാക്കി. പോകുമ്പോൾ കുഞ്ഞിനെയും ചോദിച്ചു, അവനെയും വിട്ടുകൊടുത്തു അവൾക്ക് വേണ്ടി. ഓ, ഐ എം സോറി. കോളേജ് കാലത്ത് സാറിൻ്റെ സാമൂഹ്യ ജീവിതത്തിലും സാഹിത്യ പ്രവർത്തനങ്ങളും ഇൻസ്പിറേഷനായി ഒരു അമ്മ കൂടെ ഉണ്ടായിരുന്നില്ലേ? അവരിപ്പോൾ എവിടെയാണ്? പ്രായമേറി വന്നപ്പോൾ ഫ്രസ്ട്രേഷനും കൂടി. എൻ്റെ സൗകര്യങ്ങളോടും രീതികളോടും ഒത്തുപോകാൻ അമ്മയ്ക്ക് പറ്റിയില്ല. ചിലപ്പോൾ
അമ്മയുടെ പ്രായത്തിനോടൊത്ത് ആരുമില്ലാത്തതുകൊണ്ടായിരിക്കാം. എനിവേ ഷീസ് ഹാപ്പി എന്നാ. ഇപ്പോൾ ഷേഡി ഓൾഡ് ഏജ് ഹോമിലാണ്. Oh, okay. I feel a bit uncomfortable. Shall we talk outside? Sorry sir, important call ഉണ്ട്. Just 1 second. ഹലോ, നീ എന്ത് ചെയ്യുന്നു? എന്ന് പഠിക്കൂ കേട്ടോ. എനിക്ക് ഓർമ്മയുണ്ട്, ചെക്കപ്പിന് പോകണം. തിരക്കോ? നീ അല്ലാതെ വേറെ എന്താ തിരക്ക്? ശരി ചേച്ചി തരും. എന്ത് പറ്റി? എനിക്കൊരു അനിയത്തിയുണ്ട്. അവളെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്കിപ്പോഴും വിഷമം തന്നെയാണ്. അതെന്താ? അനിയത്തിക്ക് ഒരു ആക്സിഡൻറ്റിൽ കാല് ഫ്രാക്ചർ ആയിപ്പോയി. അതുകൊണ്ട് ഒട്ടും നടക്കാൻ പറ്റില്ല. അമ്മ നേരത്തെ മരിച്ചതുകൊണ്ട് അവൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. ജേർണലിസം എൻ്റെ പ്രൊഫഷൻ തന്നെയാണ്. ബട്ട് ഷീ ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. ഇത്രയ്ക്ക് ദുഃഖം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരാളാണെന്ന് ഞാൻ അറിഞ്ഞില്ല. നിങ്ങൾക്ക് എൻ്റെ ലൈഫിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ആസ് എ ഹ്യൂമൻ സർ ലീഡ് ചെയ്യുന്ന ലൈഫ് ഒത്തിരി മോശം തന്നെയാണ്. ബിക്കോസ് സർ ആക്ച്വലി സാറിൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് ഫാമിലിയും അമ്മയും ഒക്കെ സർ ഉപേക്ഷിച്ചത്. അതുകൊണ്ട് സാറിന് നഷ്ടമായത് സോഷ്യൽ ആക്ടിവിസം എന്ന ഡ്യൂട്ടിയും ഫാമിലി എന്ന റെസ്പോൺസിബിലിറ്റിയുമാണ്. ഇതെല്ലാം തിരിച്ചു പിടിച്ചാൽ യു വിൽ ലീഡ് എ ബെറ്റർ ലൈഫ്. What about the interview? സാറിന് ഞാൻ തന്നെ വന്ന് ഇൻ്റർവ്യൂ ചെയ്യും. ഇപ്പോഴല്ല, when you are a changed man. മോളെ, കോളേജിൽ നമ്മൾ കണ്ട സഞ്ജയ് അല്ല അവനിപ്പോൾ. കുടിയും വലിയും ഒക്കെ ഉണ്ട്. കുടുംബത്തെ വരെ ഉപേക്ഷിച്ചു. ഹി മേ ബി യുവർ ലോസ്റ്റ് ലവ്, എനിക്ക് മനസ്സിലാകും. ബട്ട് എനിക്കിങ്ങനെയുള്ള ഒരുത്തന് നിന്നെ വിട്ടുകൊടുക്കാനാവില്ല. അതുകൊണ്ട് ഞാൻ നിൻ്റെ ഇഷ്ടം അവനോട് പറഞ്ഞില്ല. ഐ എം സോറി, എനിക്ക് പറ്റിയില്ല. സാരമില്ലടാ, എൻ്റെ പ്രണയത്തിൽ ഞാൻ ജയിച്ചു. നീ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് അവൻ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിൽ അത് തന്നെ എൻ്റെ പ്രണയത്തിൻ്റെ വിജയം. എനിക്ക് നീ മാത്രം മതി. ഹലോ അമ്മേ, എനിക്കൊരാഴ്ച സമയം തരുമോ അമ്മയുടെ പഴയ മോനായിട്ട് മാറാൻ? എന്നിട്ട് ഞാൻ അവളെയും മോനെയും കൂട്ടിയിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. നമുക്ക് വീട്ടിലോട്ട് വരാം അമ്മേ, എല്ലാവർക്കും പഴയ പോലെ.